വീഡിയോകൾക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3-4 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഓരോ അസൗകര്യങ്ങൾ കാരണമാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഇന്ന് എന്തായാലും എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ കട്ടള വെക്കുന്ന ദിവസമായിരുന്നു. അത് ആദ്യം സ്പെഷ്യലായിട്ടൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ രാവിലെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് സ്പെഷ്യലായിട്ട് തന്നെയായി. വിളക്ക് കത്തിച്ച് വെച്ച് സ്വർണ്ണമൊക്കെ ഇതിൻ്റെ അടിയിൽ കുഴിച്ചിട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം വിശദമായിട്ട് തന്നെ ചെയ്തു. നമുക്ക് വീടെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കും വേണ്ടൊരു സാധനമാണല്ലോ. അപ്പോൾ അത് വിശദമായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മഴ ഭയങ്കര ശല്യമായിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴായാലും മഴക്കാലം തുടങ്ങി. പക്ഷേ നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു 3-4 ദിവസമായിട്ട് രാവിലെ കുറച്ച് തെളിച്ചുണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ സമയത്ത് നമുക്ക് അത് ആ ചടങ്ങ് ചെയ്യണ സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മഴയൊക്കെ മാറി നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും കാണുക. വീട് പണി നന്നായിട്ട് തന്നെ മുഴുവനാവാൻ പെട്ടെന്ന് തീരാനും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഇപ്പോൾ നമ്മളിന്ന് വെക്കാൻ പോകുന്ന ഫ്രണ്ടിലത്തെ കട്ടളയും അതിനോട് കൂടിയിട്ടുള്ളൊരു ജനലും കൂടിയിട്ടാണ് കൊണ്ടുവന്നേക്കണേ. ഇത് കട്ടള എല്ലാവരും കൂടി അങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരികയാണ്. അവിടെ വെക്കണ സ്ഥലത്തേക്ക് ഞാനും അമ്മായിയും കൂടി വിളക്കുമൊക്കെ റെഡിയാക്കി. എന്നോട് പറഞ്ഞു ആ കട്ടിലയുടെ എല്ലാ ഭാഗത്തും ചന്ദനം തുളസി ഇലയും കൂടി തുളസിയുടെ ഇല കൊണ്ട് ചന്ദനം തൊട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ കട്ടില മൊത്തം എല്ലാ ഭാഗത്തുമായിട്ടും ചന്ദനം കൊണ്ട് പൊട്ടുപിടിച്ചു. അതിൻ്റെ ശേഷം ഞാനും പ്രസാദനും കൂടി തൊട്ടിട്ട് അവർ ആ കട്ടില എടുത്ത് അവിടെ സ്ഥാപിച്ചു. അവരാ കട്ടില അവിടെ കെട്ടി ഉറപ്പിക്കുകയാണ്. ഞാൻ 2 വശത്തും ആണല്ലോ ചുമര് കെട്ടുക. അപ്പോൾ എന്നോട് സ്വർണത്തിൻ്റെ ഒരു പൊട്ട് അതിന് വേണ്ടി എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്തു കൊണ്ടുവന്നിട്ട് ഒരു തുളസിയുടെ ഇലയിൽ ചന്ദനവും കൂടി പൊതിഞ്ഞിട്ട് നമ്മൾ ആ കട്ടിലയുടെ അടിയിൽ വെച്ചിട്ട് വേണം അവർക്കത് മുഴുവൻ കെട്ടാനായിട്ട്. അപ്പോൾ ഞാനത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്വർണത്തിൻ്റെ പൊട്ട് കട്ട്ലയുടെ അടിയിലേക്ക് വെക്കാൻ പോവുകയാണ്. തുളസിയുടെ ഇലയും ചന്ദനം കൂടി പൊതിഞ്ഞിട്ട് ഞാൻ സെൻട്രലായിട്ട് അവിടെ കുഴിച്ചിട്ടു. അതിൻ്റെ ശേഷം ഒരു മധുരം കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ലഡ്ഡു കൊടുത്തു. അങ്ങനെ ആ ചടങ്ങ് ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും വീഡിയോ കണ്ടുല്ലോ അല്ലേ. അപ്പോൾ കട്ട്ല വെക്കണ ചടങ്ങ് എല്ലായിടത്തും എങ്ങനെ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എല്ലാവരും പറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കുക. വീട് പണി വേഗം കഴിയാനും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വേഗം തീർക്കാനും വേണ്ടി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.